അപ്പം നമ്മുടെ മെയിൻ വീഡിയോ ഡിവേഴ്സ് കഴിഞ്ഞു ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ അതിൻ്റെ താഴെയുള്ള കമൻസാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്തതിൻ്റെ റീസൺ, അതായത് ആരുടെയും കല്യാണത്തിൻ്റെ ഒന്നും ഇതിനുള്ള നിരസമോ ഒന്നുമല്ല. ജസ്റ്റ് ആ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യിച്ചു, നമ്മുടെ ഷഫീന ചേച്ചീനെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചു. അത് വളരെ മോശമായിരുന്നു. കാരണം ദ വേ ഷി വാസ് പ്രസൻറ്റിങ് അത് ആർക്കും കേട്ട് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുത്തുമുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫിൽ അങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കും. ഇത് ലൈഫിലൊന്നും നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അതിലിരുന്ന് പറയുന്നത്. അപ്പം ഓബ്വിയസ്ലി ഇപ്പം ഞാൻ എന്നെപ്പോലെ ഒരാൾ ഡെഫിനറ്റ് ആയിട്ടും അത് റിയാക്ട് ചെയ്യും. പിന്നെ താഴെ ഇപ്പം ഞാൻ കാണിച്ചത് കെസിയ ഗോഡ് ഗ്രേസ്, ഈ ചേച്ചി ഇപ്പം ഞാൻ കാണിച്ചത് കെസിയ ഗോഡ് ഗ്രേസ്. സോ ഇതിൽ പുള്ളിക്കാരി ഞങ്ങളുടെ കല്യാണ സമയത്ത് എന്നെ വേളി ചർച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കാരി സിബിൻ്റെ നാട്ടുകാരെയാണ്. സിബിൻ വാസ് മൈ സ്കൂൾ സീനിയർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷീ വാസ് സേയിങ് ഐ സപ്പോർട്ട് യു, അതായത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ അമൃത രമേശ് ഇവിടെ കിടന്ന് മെഴുകുകയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇഷ്ടംപോലെ കമൻറ്റ് അതിൻ്റെ അടിയിൽ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നൊന്നായി പറയാം. ആ ചേച്ചിക്ക് തിരിച്ചു കൊടുത്തേക്കുമാണ് അമൃത രമേശ്, അതർവൈസ് നോൺ ആസ് ദ ഗ്രേറ്റ് DJ സിബിൻ. യായ ഐ നോ യു, എക്സ് വൈഫ് ഓഫ് സുനിൽ ഫ്രം വേളി. കാമുകനൊപ്പം റൂമിൽ വെച്ച് പൊക്കിയിട്ട് ഡിവേഴ്സ് ചെയ്തതല്ലേ നിന്നെ? ഓ സുനിൽ വാസ് ദെയർ ഫോർ ദ വെഡ്ഡിങ്, അതിൻ്റെ ദേഷ്യമാണോ? ഇപ്പോഴും ലോഡ്ജിൽ പോവാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തോ ഇവരുടെ ഇപ്പോഴത്തെ കല്യാണത്തിന് പോയി. അപ്പോൾ അത് കണ്ടിട്ടുള്ള ചൊറിച്ചിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അമൃത രമേശ് ആരായത്? ഈ സുനിൽ എന്ന് പറയുന്ന വേളിയിലുള്ള സുനിലേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ, അതായത് സിബിൻ്റെ കസിനാണ്. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ചേച്ചി സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അമൃത രമേശ് ആരാ? ഇവരെ ഈ വേളിക്കാരെ അറിയാം, എല്ലാ കാര്യങ്ങളും സിബിൻ്റെ എന്താ പറയുക, ലൈഫിൽ നടന്ന എല്ലാ കാര്യവും അറിയാം. അത് ആരാന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ലോഡ്ജിൽ പോകാറുണ്ടോ എന്നൊക്കെ. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടു കമൻറ്റിൻ്റെ താഴെ പൂജിതേനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ അടിയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ചൂടായിരുന്നു അവരുടെ പേരൊക്കെ എഴുന്നള്ളിക്കുക. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു പെൺകുട്ടീനെ ഇത് പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാണം കെടുത്താല്ലേ? അപ്പം അതിന് പ്രോബ്ലം ഇല്ലല്ലേ? നൈസ്. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് സെയിം കമൻസ്. വി ഡു ബിലീവ് ദാറ്റ് റൈറ്റ് ആഫ്റ്റർ ദ വെഡിങ് പോസ്റ്റിംഗ് എ വീഡിയോ ലൈക്ക് ദിസ് ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് യു ആർ ജെലസ് ആൻഡ് യു നീഡ് ഫെയിം ആൻഡ് മണി. എനിക്ക് ഫെയിം ആൻഡ് മണിയുടെ ആവശ്യമില്ല. ഇതെൻ്റെ ഒരു ബാക്കപ്പ് പ്രൊഫൈലാണ് ചിഞ്ചു. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഞാൻ എൻ്റെ ഒറിജിനൽ പ്രൊഫൈൽ, അതായത് ആദ്യം ഉണ്ടാക്കിയ പ്രൊഫൈലിൽ നിന്ന് ചെയ്തപ്പോൾ ചില ആൾക്കാർ ഞാൻ കമൻ്റ് ഇട്ടതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലെ അടിച്ച് കളയിക്കാനൊരു ശ്രമമുണ്ടായിരുന്നു. ആ ചാനലാണ് ഞാൻ എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും വെച്ച് കളിക്കില്ല. പിന്നെ ഈ ചാനൽ എന്തായാലും പോകുമെന്ന് എനിക്കറിയാം. കാരണം പറയുന്ന കംപ്ലീറ്റ് വാസ്തവമായ കാര്യങ്ങളായതുകൊണ്ട് സം പീപ്പിൾ ഗെറ്റ് ട്രിഗേർഡ്. അതുകൊണ്ട് ഈ ചാനൽ പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എന്ത് ക്യാഷ് ഉണ്ടാക്കുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പറയുന്നത് ആർൻ്റ് യു അഷെയിംഡ് ഓഫ് യുവർ സെൽഫ്, യു ആർ ജെലസ് ആൻഡ് യു നീഡ് ഫെയിം ആൻഡ് മണി. എന്ത് ഫെയിം ആൻഡ് മണി? എന്ത് ഫെയിമാണ്? DJ സിബിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഫെയിമാണെന്നാണോ നിങ്ങളുടെ വിചാരം? നാണക്കേടാണ്. ഈ നാണക്കേട് വെച്ച് കാശുണ്ടാക്കണതിന് എനിക്ക് ഒരു താല്പര്യമില്ല. അത് നിങ്ങളുടെ പേര് വെച്ചിട്ട് എന്തൊക്കെയാണോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മൈൻഡിലുള്ളത്. സോ ഈ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാം. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കമൻറ്റ്സ് വരുന്നത് ആരുടെ വായിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. അത് സെയിം കമൻറ്റ് ഇസ് അപ്ലോഡ് 2 times. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് മനസ്സിലായി സിബിൻ തന്നെയാണെന്ന്. നാണമില്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ ആ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി കുഴപ്പമില്ല, ഡോണ്ട് വറി, താഴെയുള്ള കമൻറ്റ്സ് അവിടെ തന്നെ കിടക്കട്ടെ. അത് ഈ ഫേക്ക് പ്രൊഫൈൽ ആരുടെയാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ വീഡിയോയുടെ അടിയിലും കഷ്ടപ്പെട്ട് വന്ന് കമൻറ്റ് ഇടുന്നു. അപ്പോൾ ഇത് കാണുന്ന ആ ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ കാണണം, എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് സം പാർവതി. അതിൻ്റെ താഴെ ഏത് പാർവതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പാർവതി ഏതാണെന്നുള്ളത് പാർവതി എന്ന് പറയുമ്പോൾ അറിയാം. പിന്നെ അമൃത രമേശ്, എന്ത് തേങ്ങയാണെങ്കിൽ നീ കാണിച്ചത് ചെറ്റത്തരമാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ കാണിച്ചതും ചെറ്റത്തരം തന്നെയാണ്. ഓക്കെ, അത് എന്നാന്നുള്ളത് നിങ്ങൾക്കും അറിയാം. ഇത് നീ കഷ്ടപ്പെട്ട് 2.5 മണിക്കൂർ വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ അത്രയും എന്തായാലും ആവില്ല. അത് എനിക്ക് നല്ലൊരു ഐഡിയ തന്നു. 2.5 മണിക്കൂർ ആയതുകൊണ്ടാണ് ആരും വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്ട് റീൽസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ